മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപൻ പോയതിന് ശേഷം മേഘനാഥൻ അച്ഛനോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ, ഇങ്ങനെ ഇപ്രാവശ്യം ലോറി കയറ്റുന്നത് എൻ്റെയോ അച്ഛൻ്റെയോ ദേഹത്താകാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാർക്കോയും കൂട്ടുകാരും കൂടിയിട്ട് ഇങ്ങനെ ചീട്ട് കളിക്കുകയാണ്. അതേസമയം മാർക്കോ പറയുകയാണ്, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല കേട്ടോ കളിക്കാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്താടാ നീ വിചാരിച്ചു കഴിഞ്ഞ് എത്ര പൈസ കിട്ടും, നീ പക്ഷേ എല്ലാവരും സഹായിക്കാനുള്ള മനസ്സേ ഉള്ളൂ, നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പൈസ വാങ്ങിക്കൂടെ എന്നിങ്ങനെ പറയണം കേട്ടോ. എനിക്ക് അങ്ങനെ വേണ്ട എന്നിങ്ങനെ പറയണം. നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പൈസ വേണ്ടേന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തലവനായ ആൾ വരികയാണ് കേട്ടോ. എനിക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്, നീ അത് ഏറ്റെടുക്കുകടാ എന്നിങ്ങനെ ചോദിക്കണം. എനിക്കത് പറ്റില്ല എന്നിങ്ങനെ പറയടാ, നല്ല കൊട്ടേഷനാണ്, ഒരു ഭാര്യയും ഭർത്താവിനെയാണ്, ഭർത്താവിന് സുഖമില്ലാത്ത ആളാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ മാർക്കോക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡൗട്ട് അടിക്കുകയാണ്. ഇതാ ഫോട്ടോ ഉണ്ട്, നോക്ക് എന്നിങ്ങനെ പറയും. ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ മഹാലക്ഷ്മിയും കണ്ണനും ആയിരിക്കും. അയ്യോ, ഇവർക്ക് ഇവരുടെ ബന്ധുക്കൾ തന്നെ പണി കൊടുത്തിരിക്കുകയാണ് എന്നിങ്ങനെ മാർക്ക് കരുതുകയാണ് കേട്ടോ. മാർക്ക് അന്നേരം ചോദിക്കുന്നുണ്ട്, ഞാൻ ഏറ്റെടുക്കുക, അതാരാണെന്ന് പറയേ എന്നിങ്ങനെ പറയേ. ഞാൻ പറയില്ല, എന്തായാലും അവർ 2 ഇരട്ടി പൈസ തരും. ഭാര്യനെ ഭർത്താവിനെയാണ് അവർ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്, ഭാര്യയെ കൂടി കൊന്നു കഴിഞ്ഞാൽ അവരെന്തായാലും പൈസ കൂടുതൽ തരും എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നാലും എത്ര തരും എന്നിങ്ങനെ പറയണം. 5 ലക്ഷം അവർ തരും, 2 പേരെയും കൊന്നു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ തരുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കണം. എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് മാർക്കോ പറയണം കേട്ടോ. അതേസമയം മാർക്കോ പോകുന്നത് ഒരിക്കലും അവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ശരി, അവരെ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കൂടെയുള്ളവരിങ്ങനെ പറയണം, ഇവരെന്താ അത് പറ്റി, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവർ പറയണം. പിന്നീട് വാമദേവനും പ്രതാപനും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ മാർക്കോ കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ. ഇതാരാടാ ഈ പുതിയത് എന്നിങ്ങനെ ചോദിക്കണം. ഇവനാണ് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത്, ഇവനൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ 100-ൽ 110 വിശ്വസിക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മാർക്കോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നവർ ഒന്നും മിണ്ടില്ല, അതാണ് അതിൻ്റെ സ്വഭാവം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അതേസമയം മാർക്കോ അങ്ങനെ ചോദിക്കേണ്ടത്, ഇവരെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്താ നേട്ടം എന്ന്. നേട്ടമൊക്കെ ഉണ്ട്, നിങ്ങൾ അവനെ കൊന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ഇരട്ടി ഞാൻ പൈസ തരും. എൻ്റെ ഇവിടെ 6-7 ലോറിയുണ്ട്, പക്ഷേ ആ ലോറിയൊന്നും എടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മാർക്കോ പറയണ്ട, എന്നാൽ കൂടുതൽ പൈസ തരണം എന്നിങ്ങനെ പറയണം. ഞാൻ എത്ര വേണമെങ്കിലും തരാം നിങ്ങൾക്ക്, പക്ഷേ അവർ 2 പേരിൽ ഒരാളെയല്ല 2 പേരെയും കൊന്നു കഴിഞ്ഞാൽ ഡബിൾ പൈസ തരാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മാർക്കോ മറ്റയാളോട് പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ചെയ്യേ എന്നിങ്ങനെ പറയണം. അതേസമയം അയാളിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും 2-ൽ 1 തീരുമാനിക്കും, അങ്ങനെയാണ് അവൻ ഏറ്റെടുത്തത്, ഇന്ന് വരെ ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടില്ല എന്നിങ്ങനെ പറയണം. എന്നാൽ ശരി, വൈകുന്നേരം സിറ്റി ബാറിൽ പോയാൽ ഞാൻ ആ പൈസ തരാം എന്നിങ്ങനെ പറയണം. പിന്നെ ആ കൂട്ടുകാരൻ വന്ന് മാർക്കോട് പറയണേ, നമ്മളിനി സിറ്റി ബാറിലേക്ക് പോകാനാണ് പറഞ്ഞത്, അതൊക്കെ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് പ്രതാപൻ വാമദേവനോട് ചോദിക്കണ്ടേ, എങ്ങനെയുണ്ട് ആൾ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. 2 പേരുടെയും കാര്യങ്ങൾ തീരും എന്നിങ്ങനെ പറയണം. പിന്നീട് ദുർഗയും കരുണയും എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം. അമ്മേ, അവിടെ പോയി കഴിഞ്ഞിട്ട് കാൽവിരൽ അങ്ങേരിൽ ചലിക്കാൻ തുടങ്ങി, അതേപോലെ തന്നെ ഇപ്പുറത്തെ കാൽവിരലും എനിക്ക് ചലിക്കും. ഞാനൊരു സ്വപ്നം കൂടി കണ്ടിട്ടുണ്ട്, ഏതായാലും അടുത്ത പ്രാവശ്യം വൈദ്യരുടെ അടുത്ത് പോയി വരുമ്പോഴേക്കും അവൾ ശരിയാകുമായിരിക്കും അമ്മ എന്നിങ്ങനെ പറയണം കേട്ടോ. അവളിനി എന്താ കടപ്പുറത്ത് കൈയും പിടിച്ചിട്ട് നടക്കണ സ്വപ്നം കണ്ടിരുന്നു എന്നിങ്ങനെ പറയണം. ഒരിക്കലും അതൊന്നും നടക്കാൻ പോണില്ല മോളെ എന്നിങ്ങനെ പറയണം. അതിനുശേഷം ഉണ്ണിയോട് ചോദിക്കണം, മഞ്ജു വന്നപ്പോൾ തന്നെ ഒന്ന് ഭക്ഷണം കഴിക്കാനും കൂടി വന്നില്ല എന്നിങ്ങനെ ഉണ്ണി പറയണം കേട്ടോ. അവനെ എവിടേക്കാണ് ടൂറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് എന്തായി എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അതേസമയം കരുണ ഇങ്ങനെ കരയുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥനും മഞ്ജുവും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. മോളെ കരയണ്ട, നീ കരയാനുള്ളതല്ല, നീയാണ് അവളെപ്പോലെ ഇവിടെ അധികാരത്തോടു കൂടി ജീവിക്കേണ്ടവൾ, നീ ഒരിക്കലും കരയേണ്ടവളല്ല. എന്തായാലും ശരി, എന്തായാലും അച്ഛനല്ല ചില കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, അതെന്തായാലും നടപ്പാകും. ഞങ്ങളൊരു യാത്ര പോവുകയാണ് മോളെ, ആ യാത്ര പോയിട്ട് വരുമ്പോൾ കണ്ണൻ്റെ തലക്കലിരുന്നിട്ട് മഹാലക്ഷ്മി കരയുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വരിക എന്ന് മേഘനാഥൻ പറയണം കേട്ടോ. അവൾ തലക്കലിരുന്ന് കരയുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വരിക മോളെ ഒരിക്കലും വിഷമിക്കരുത്, എല്ലാം ശരിയാകും, ഇപ്രാവശ്യം ഒരിക്കലും ഇങ്ങനെ ആവില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഉണ്ണി ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയേണ്ട, ഒരു കാര്യം നടന്നതിന് ശേഷം മാത്രമേ ആ കാര്യം ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയണം. എന്തായാലും ശരി, ഞങ്ങളൊരു യാത്ര പോവുകയാണ്, എന്തായാലും തിരിച്ചു വരുമ്പോൾ ഇത് കാണാനുള്ള അവസരം ഉണ്ടാവും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ, എടാ നീ എന്തിനാടാ ഏറ്റെടുത്തത്, അവരുടെ കയ്യിൽ ഏൽപ്പിക്കായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ.
ഇല്ല അവരുടെ തല എടാ നീ എന്തിനാടാ ഇത് ഏറ്റെടുത്തത്, അവരുടെ തലയിൽ കെട്ടിവെക്കായിരുന്നില്ലേ, അവർക്കല്ലേ ഇത് ആവശ്യം എന്നിങ്ങനെ പറയണം. അല്ല എനിക്കാണ് ആവശ്യം എന്നിങ്ങനെ പറയണം. അന്ന് ആ ലോറിയിൽ അവർക്ക് അവരുടെ പിന്നിൽ ദൈവങ്ങളുണ്ട്, എന്ത് ചെയ്താലും ശരിയാവില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയണം കേട്ടോ. ആ ലോറി മാറിക്കയറിയത് കണ്ടില്ലേ, അത് ദൈവങ്ങളുടെ ഒരു ശക്തിയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. എനിക്കതിലൊന്നും വിശ്വാസമില്ല. അവൾക്കും അവളുടെ അമ്മയ്ക്ക് ഇത്തിരി ദൈവവിശ്വാസം ഉണ്ടാകുമായിരിക്കും, പക്ഷേ ഇതിലൊരിക്കലും പാഴ്ച പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മോഹിനി ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകാൻ വരികയാണ് കേട്ടോ. നീ എവിടേക്കാടി വരുന്നത് പോകുന്നത് ചോദിക്കും. ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്, നാളെ കണ്ണമ്മോൻ്റെ നാളിനൊരു പ്രത്യേക പൂജ ഞാൻ കൊടുത്തിട്ടുണ്ട്, പാൽപ്പായസം കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ടി പോവുകയാണ് എന്നിങ്ങനെ പറയണ്ട. നീ അമ്പലങ്ങളിലുള്ള ദൈവങ്ങൾ ഉറങ്ങിക്കിടക്കണവരെ ഉണർത്താൻ പോവുകയാണോ? അമ്മയും മോൾക്കും ഇതേ തന്നെയാണ് പരിപാടി. നീ അമ്പലത്തിലേക്കാണോ പോണത്, അതോ ആ പൂജാരിയെ കാണാനോ പോണത്, അതോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം ഇങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മോഹിനിക്കാകെ ദേഷ്യം വരും. നിങ്ങൾ സംസ്കാരമില്ലാത്ത വർത്തമാനം സംസാരിക്കണ്ട, നിങ്ങൾക്കൊരിക്കലും പറഞ്ഞാൽ മനസ്സിലാകില്ല. എൻ്റെ മോളുടെ കൈ പിടിച്ച് എൻ്റെ കണ്ണൻ നടക്കണം, എൻ്റെ മരുമോൻ്റെ അത് കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾക്കും കാണാൻ കഴിയുമെന്നിങ്ങനെ പറയണം. ഞങ്ങളൊരിക്കലും കാണില്ല എന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയണം കേട്ടോ. അതേ സാധനം തന്നെ നീ പോയിക്കോ ദൈവങ്ങളെ പോയി പ്രാർത്ഥിക്കുക, ഇനി ഒരു പ്രാർത്ഥനയും നിൻ്റെ നടക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. നിങ്ങൾ എന്തായാലും കണ്ടിരിക്കും, ഞാൻ പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട്, ഇതും നിങ്ങൾ കാണാണ്ടി വരും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മോഹിനി പോകണം. മോഹിനി അങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടിയിട്ട്. അതേസമയം പ്രതാപനോട് മുത്തശ്ശി പറയേണ്ടത്, എടാ പ്രതാപ ഇത് നടക്കുമോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. നടക്കും അമ്മേ, ഇതെന്തായാലും നടക്കും, അവൻ വീഴാൻ പോണത് ഒരു മരണക്കിണറിലേക്കാണ് എന്നിങ്ങനെ പ്രതാപൻ പറയണം കേട്ടോ. അതിനുശേഷം പ്രതാപൻ നേരെ കമലേശ്വരത്തേക്ക് പോവുകയാണ് കേട്ടോ. കമലേശ്വരത്ത് പോയതും പ്രതാപനെ കണ്ടതും കരുണ ഓടി വരികയാണ് കേട്ടോ. എല്ലാം പോയി അച്ഛാ, എല്ലാം പോയി, കമലേശ്വരത്തെ സ്വത്തുക്കൾ മുഴുവനും അവൾ പിടിച്ചെടുത്തു എന്നിങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.